നമസ്കാരം. ഭാഗ്യനിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞ നിമിഷം. പക്ഷേ ഒടുവിൽ സുജി ഉറപ്പിച്ചു താൻ തന്നെ ശരിക്കും ഭാഗ്യവതി. കരുനാഗപ്പള്ളി തഴവ പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് ഒരു ത്രില്ലറായി മാറിയത്. വോട്ടെടുപ്പിൽ സ്വന്തം വോട്ട് അസാധുവാക്കിയ സുജ പക്ഷേ പിന്നീട് നടന്ന നറുക്കെടുപ്പിൽ ഭാഗ്യം തുണച്ചതോടെ പ്രസിഡന്റായി. 24-അംഗ പഞ്ചായത്തിൽ LDF 10, UDF 9, BJP 5 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 1-ാം വാർഡിൽ നിന്ന് വിജയിച്ച സുജയായിരുന്നു LDF സ്ഥാനാർത്ഥി. 19-ാം വാർഡിൽ നിന്ന് വിജയിച്ച പെരിങ്ങലി സിംലത്രദീപ് UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ചു. BJPക്ക് വേണ്ടി 9-ാം വാർഡിൽ നിന്നും ജയിച്ച B അജിത കുമാരിയാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. 3 മുന്നണിക്കും അവർക്കുള്ള വോട്ടുകൾ ലഭിച്ചു. ഇതോടെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച BJPയെ മാറ്റി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തി. സുജയും സിംലത്രദീപും നേർക്കുനേരെ രണ്ടാമത്തെ മത്സരത്തിൽ വന്നു. ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തേണ്ട സ്ഥലത്ത് സുജയ ഒപ്പിട്ടതോടെ അസാധുവായി. ഇരു കൂട്ടരും 9 വോട്ട് നേടി തുല്യത പാലിച്ചു. ഇതേ ചൊല്ലി തർക്കം ഉടലെടുത്തു. ഓപ്പൺ വോട്ടാണ് ചെയ്യേണ്ടിയിരുന്നതെന്ന സാങ്കേതിക വാദവുമായി LDF മുന്നോട്ട് വന്നു. UDF ഇത് സമ്മതിച്ചില്ല. BJP അംഗങ്ങളുടെ അഭിപ്രായവും വരണാധികാരി തേടി. നറുക്കെടുപ്പ് വേണമെന്ന് അവരും ആവശ്യപ്പെട്ടു. വിജയിയെ കണ്ടെത്താൻ നറുക്കെടുപ്പ് നടന്നു. ഒരു നിമിഷം മുൻപ് ഏറ്റവും നിർഭാഗ്യവതിയായിരുന്ന സുജയ്ക്ക് വേണ്ടി ഭാഗ്യം വഴിമാറുന്നതാണ് പിന്നീട് കണ്ടത്. നറുക്ക് വീണത് സുജയ്ക്കാണ്. അങ്ങനെ ഒരു നിമിഷത്തേക്കെങ്കിലും പ്രസിഡന്റ് സ്ഥാനം കൈമറിഞ്ഞു പോയെന്ന് വിചാരിച്ചിടത്തു നിന്ന് സുജയ് ഭാഗ്യം തുറച്ചു. അതേസമയം UDFിനെ ദൗർഭാഗ്യം വിടാതെ പിന്തുടരുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8-ാം വാർഡായ കാളിയൻ ചന്തയിൽ UDF സ്ഥാനാർത്ഥി പാവുമ്പ ഗോപൻ LDFിലെ സുരേഷ് ബാബുവിനോട് തോറ്റത് ഒറ്റ വോട്ടിനായിരുന്നു. ഗോപന് 405-ഉം സുരേഷിന് 406-ഉം വോട്ട് ലഭിച്ചു. ഇവിടെ കൂടി വിജയിച്ചിരുന്നെങ്കിൽ UDFിന് കിട്ടേണ്ടതായിരുന്നു പ്രസിഡന്റ് സ്ഥാനം. CPM വിട്ട് RSPയിൽ ചേർന്ന സലീം അമ്പിത്തറയെ തോൽപ്പിച്ചാണ് സുജ തുടർച്ചയായ 2-ാം വട്ടവും പഞ്ചായത്ത് അംഗമായത്. നറുക്കെടുപ്പിൽ ഭാഗ്യം തുണച്ചില്ലായിരുന്നുവെങ്കിൽ സുജയ്ക്ക് പാർട്ടിയോട് മറുപടി നൽകാൻ കഴിയാതെ വരുമായിരുന്നു. ഇന്ന് രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിൽ LDF പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ വോട്ട് അസാധുവായപ്പോൾ UDFിന്റെ പ്രതീക്ഷകൾ തളിരിട്ടിരുന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അത് വാടിക്കൊഴിയുന്നതാണ് കണ്ടത്.